വെനിസ്വേലയെ ഞെട്ടിച്ച് അമേരിക്കയുടെ വ്യോമാക്രമണം. ഇന്ന് പുലർച്ചെയോടെയാണ് വെനിസ്വേലയുടെ തലസ്ഥാനമായ കരാക്കസിലും മറ്റു പ്രദേശങ്ങളിലേക്കും അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണം അമേരിക്ക നടത്തിയത്. അമേരിക്കയുടെ എയർക്രാഫ്റ്റുകളും B-2 ബോംബറുകളും അതിശക്തമായി ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലോകത്തെ ഞെട്ടിപ്പിച്ച സോഷ്യൽ മീഡിയയിൽ നിരവധി ത്രില്ലിംഗ് വീഡിയോ ഇതിനകം തന്നെ പ്രചരിക്കുന്നുണ്ട്. വെനിസ്വേലയുടെ തലസ്ഥാനമായ കരക്കസിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ അടക്കം 7 പ്രദേശങ്ങളിലേക്കാണ് അമേരിക്കയുടെ അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണവും ബോംബാക്രമണവും ഇന്നുണ്ടായിട്ടുള്ളത്. നിക്കോളാസ് മഡൂരോ, അതായത് വെനിസ്വേലയുടെ പ്രസിഡന്റാണ്. അതുമാത്രവുമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും വിശ്വസ്തനാണ്. ഈ വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തന്റെ കൊട്ടാരം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അമേരിക്കയുടെ വ്യോമാക്രമണം ഇന്ന് പുലർച്ചെ ഉണ്ടായത്. വ്യോമാക്രമണത്തിന് പിന്നാലെ രാജ്യം വിട്ടുപോയതായി മഡൂരോ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിക്കോളാസ് മഡൂരോ രാജ്യം വിട്ടുപോയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒളി സംഘത്തിലേക്ക് നിക്കോളാസ് മഡൂരോ കടന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. നിക്കോളാസ് മഡൂരോ താമസിച്ചിരുന്ന വെനിസ്വേലയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കെട്ടിടങ്ങൾ പോലും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അമേരിക്കയുടെ ഇന്നത്തെ വ്യോമാക്രമണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി തീരമേഖലയിൽ ബോട്ടാക്രമണവും അതുപോലെ തന്നെ പരസ്പരമുള്ള നേരിയ തോതിലുള്ള ഏറ്റുമുട്ടലുകളും അമേരിക്കയുടെ പടക്കപ്പലുകളും വെനിസ്വേലൻ കപ്പലുകളും തമ്മിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊടുന്നനെ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി വെനിസ്വേലൻ തലസ്ഥാനമായ കരാക്കസിലേക്ക് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ പറന്നെത്തിയത്. ഫൈറ്റർ ജെറ്റുകൾ തലസ്ഥാന നഗരത്തിൽ താഴ്ന്നു പറക്കുകയും നിരവധി തവണ ബോംബാക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണെങ്കിൽ കരാക്കസിലെ നിരവധി കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ വ്യോമാക്രമണം. നിക്കോളാസ് മഡൂരോ, വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോ താമസിച്ചിരുന്ന വെനിസ്വേലയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കെട്ടിടം പോലും ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്നു. വൻ സ്ഫോടനമാണ് ഇന്ന് പുലർച്ചെ മുതൽ കരാക്കസിൽ കേട്ടത്. തീഗോളങ്ങൾ ആകാശം മുട്ടെ ഉയർന്നു പൊങ്ങി വലിയ സ്ഫോടനങ്ങൾ, വലിയ പുകപടലങ്ങൾ, വലിയ ശബ്ദങ്ങൾ ഒക്കെ തന്നെ കരാക്കസിനെ പിടിച്ചു കുലുക്കി. ഇതിന് പിന്നാലെ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു നിക്കോളാസ് മഡൂരോ. രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും നിർണായകമായ ഒരു ആക്രമണം തന്നെയാണ് അമേരിക്ക നടത്തിയത് എന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. വെനിസ്വേലയിലെ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ, ഡോക്കുകൾ, അതുപോലെ തന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ ഒക്കെയാണ് ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കടത്ത് കേന്ദ്രമാണ് വെനിസ്വേല എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. വൻതോതിലുള്ള മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ വെനിസ്വേലൻ തീരത്തുണ്ട്. ഇവർ ആ മേഖല മുഴുവൻ തന്നെ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ലോകത്ത് തന്നെ മയക്കുമരുന്ന് കടത്തിന്റെ 50% കൈയാളുന്നത് വെനിസ്വേലയാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഈ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളും ഈ തീവ്രവാദ സംഘങ്ങൾക്കുമെതിരെയുള്ള വലിയൊരു ഓപ്പറേഷനാണ് ഇന്ന് പുലർച്ചെയോടെ നടത്തിയത് എന്നാണ് അമേരിക്ക ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ബന്ധത്തിലൂടെ വലിയ കുപ്രസിദ്ധനാണ് നിക്കോളാസ് മഡൂരോ വെനിസ്വേലയുടെ പ്രസിഡന്റാണ്. അതുമാത്രവുമല്ല, ആ മേഖലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് വെനിസ്വേല. ആ വെനിസ്വേലയുടെ പ്രസിഡന്റിനെ പോലും ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്ക ഇന്ന് വ്യോമാക്രമണം നടത്തിയത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വ്യോമാക്രമണത്തിനെ കുറിച്ചുള്ള വലിയ പ്രതികരണം വെനിസ്വേലൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നു. അമേരിക്കയുടേത് കൊടും ചതിയാണ്. അമേരിക്കയുടെ ഈ തെറ്റായ തീരുമാനത്തിനുള്ള തിരിച്ചടി അമേരിക്കയ്ക്ക് ഉറപ്പായും ലഭിക്കും. അമേരിക്ക തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് എന്നാണ് നിക്കോളാസ് മഡൂരോ ഇപ്പോൾ നാഷണൽ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ആക്രമണത്തിന് പിന്നാലെ നിക്കോളാസ് മഡൂരോ വെനസ്വേല വിട്ടു എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് അമേരിക്ക. രാജ്യം വിട്ടുപോയിരിക്കുന്നു മഡൂരോ. ഏതോ സുരക്ഷിത ഒളിത്താവളത്തിൽ നിന്നുകൊണ്ടാണ് അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മഡൂരോ ഉന്നയിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. വെനിസ്വേലയിലെ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ, ഡോക്കുകൾ, അതുപോലെ തന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ ഒക്കെയാണ് ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കടത്ത് കേന്ദ്രമാണ് വെനിസ്വേല എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. വൻതോതിലുള്ള മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ വെനിസ്വേലൻ തീരത്തുണ്ട്. ഇവർ ആ മേഖല മുഴുവൻ തന്നെ
പിടിച്ചിറക്കി വെച്ചിരിക്കുകയാണ്. ലോകത്ത് തന്നെ മയക്കുമരുന്ന് കടത്തിന്റെ 50% കൈയാളുന്നത് വെനിസ്വേലയാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഈ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളും ഈ തീവ്രവാദ സംഘങ്ങൾക്കുമെതിരെയുള്ള വലിയൊരു ഓപ്പറേഷനാണ് ഇന്ന് പുലർച്ചെയോടെ നടത്തിയത് എന്നാണ് അമേരിക്ക ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ബന്ധത്തിലൂടെ വലിയ കുപ്രസിദ്ധനാണ് നിക്കോളാസ് മഡൂരോ. നിക്കോളാസ് മഡൂരോ വെനിസ്വേലയുടെ പ്രസിഡന്റാണ്. അത് മാത്രവുമല്ല, ആ മേഖലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് വെനിസ്വേല. ആ വെനിസ്വേലയുടെ പ്രസിഡന്റിനെ പോലും ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്ക ഇന്ന് വ്യോമാക്രമണം നടത്തിയത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വ്യോമാക്രമണത്തിനെ കുറിച്ചുള്ള വലിയ പ്രതികരണം വെനിസ്വേലൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നു. അമേരിക്കയുടേത് കൊടും ചതിയാണ്. അമേരിക്കയുടെ ഈ തെറ്റായ തീരുമാനത്തിനുള്ള തിരിച്ചടി അമേരിക്കയ്ക്ക് ഉറപ്പായും ലഭിക്കും. അമേരിക്ക തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് എന്നാണ് നിക്കോളാസ് മഡൂരോ ഇപ്പോൾ നാഷണൽ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ആക്രമണത്തിന് പിന്നാലെ നിക്കോളാസ് മഡൂരോ വെനസ്വേല വിട്ടു എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് അമേരിക്ക. രാജ്യം വിട്ടു പോയിരിക്കുന്നു മഡൂരോ. ഏതോ സുരക്ഷിത ഒളിത്താവളത്തിൽ നിന്നുകൊണ്ടാണ് അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മഡൂരോ ഉന്നയിക്കുന്നതെന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ.